ഇനി ഡിഫറൻസിയേഷൻ്റെ കുറച്ച് റൂൾസാണ് പറയുന്നത്. സിമ്പിൾ റൂൾസാണ്. ഇപ്പോൾ x⁻3യും x⁻2വും നമുക്ക് ചെയ്യാനറിയാം, രണ്ടും ചെയ്യാനറിയാം. പക്ഷേ ഒരു പ്ലസ് നടുവിൽ വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ d/dx ഓഫ് x⁻3 മൈനസ് x² ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ വന്നാലും ഈ d/dxനെ സ്പ്ലിറ്റ് ചെയ്യും. d/dx ഓഫ് x³ പ്ലസ് d/dx ഓഫ് x² എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഇതിലാണെങ്കിൽ d/dx ഓഫ് x³ മൈനസ് d/dx ഓഫ് x². ഇനി സെപ്പറേറ്റ്ലി ആൻസർ കണ്ടാൽ മതി. ഇതിലാണെങ്കിൽ നേരത്തെ കണ്ടില്ലേ 3x², നീ പ്ലസ് താഴേക്ക് ഇറക്കി എഴുതി. അപ്പോൾ x²ൻ്റെ 2x⁻2 മൈനസ് 1, അതായത് 2x⁻1 ആണ്. 2x⁻1. ഓക്കെ. താഴെയാണെങ്കിൽ 3x² മൈനസ് താഴേക്ക് എഴുതും x²ൻ്റെ എന്താ 2x. കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ പ്ലസ്സോ മൈനസോ വന്നാൽ അവിടെ വെച്ചിട്ട് ഒരു സെപ്പറേഷൻ കൊടുക്കണം. ഇനി ഇങ്ങനെയാണെങ്കിലോ d/dx ഓഫ് 3x⁻3. അപ്പോൾ ഈ താഴെയുള്ള 3 ഒക്കെ ഈ d/dxന് പുറത്തേക്ക് എടുക്കാം. 3 d/dx ഓഫ് x⁻3. അപ്പോൾ 3 ഇൻറ്റു ഈ d/dx ഓഫ് x⁻3 പോരെ, മൈനസ് 3x⁻3 മൈനസ് 1. അപ്പോൾ 3 ഇൻറ്റു മൈനസ് 3x⁻2 മൈനസ് 4. അപ്പോൾ 3 ഇൻറ്റു 3 ഉണ്ടല്ലോ -3. അപ്പോൾ മൈനസ് 9x⁻2 മൈനസ് 4. അപ്പോൾ രണ്ട് ബേസിക് റൂൾസാണ് നമ്മൾ പഠിച്ചത്. ആ റൂൾസ് തന്നെ ഇവിടെ എഴുതാണ്. d/dx ഓഫ് u പ്ലസ് ഓർ മൈനസ് v ആണെങ്കിൽ ഈ പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. d/dx ഓഫ് u പ്ലസ് ഓർ മൈനസ് d/dx ഓഫ് v. അതുപോലെ തന്നെ മറ്റൊരു റൂളൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. d/dx ഓഫ് കോൺസ്റ്റൻ്റ്, ഇപ്പോൾ 3ഓ 4ഓ 5ഓ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ k ഇൻറ്റു u, k എന്ന് പറഞ്ഞാൽ 3 or 4 ആയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് വരാമേ. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുത്തിട്ട് d/dx ഓഫ് u എന്ന് നമ്മൾ എഴുതും. ഇത് രണ്ടുമാണ് ഡിഫറൻസിയേഷൻ്റെ സിമ്പിളായിട്ടുള്ള രണ്ട് റൂൾസ്. ഇത് വെച്ചിട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ √x പ്ലസ് 2x പ്ലസ് 1/x എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ പ്ലസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. d/dx ഓഫ് √x പ്ലസ് d/dx ഓഫ് 2x പ്ലസ് d/dx ഓഫ് 1/x. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിലേക്ക് നമ്മുടെ പ്രോബ്ലംസ് ചുരുങ്ങി. ഇപ്പോൾ d/dx ഓഫ് √x നേരത്തെ പഠിച്ചില്ലേ, 1/2 √x. ഇനി പ്ലസ് ഇറക്കി എഴുതി. ഈ 2 എല്ലാം പുറത്തേക്ക് ഇറക്കാമെന്ന്, കോൺസ്റ്റൻറ്റുകളെല്ലാം പുറത്തേക്ക് ഇറക്കാമെന്ന് ഈ രണ്ടാമത്തെ റൂള് കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ 2 പുറത്തേക്ക് എഴുതി. d/dx ഓഫ് x എന്നല്ലേ വന്നത്. ആ d/dx ഓഫ് എക്സിൻ്റെ ആൻസർ എന്താ? 1 എന്നല്ലേ. ആ 1 നമുക്ക് അവിടെ എഴുതാം. ഇൻറ്റു 1 പ്ലസ് d/dx ഓഫ് 1/x. അതിങ്ങനെയല്ലേ വന്നത്, d/dx ഓഫ് x⁻2 മൈനസ് 1. അപ്പോൾ ഒന്നുകൂടെ താഴേക്ക് ഇറക്കി എഴുതിയപ്പോൾ 1/2 √x പ്ലസ് 2 ഇൻറ്റു 1 2, പിന്നെ പ്ലസ് ഇറക്കി എഴുതി x⁻2 മൈനസ് 1 മൈനസ് 1 ഇൻറ്റു x⁻2 മൈനസ് 1 മൈനസ് 1. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും സ്റ്റെപ്സ് സിംപ്ലിഫൈ ചെയ്യുന്ന സ്റ്റെപ്സ് മാറ്റി എഴുതുക, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇറക്കി വരിക കേട്ടോ. 1/2 √x പ്ലസ് 2 എഴുതി പ്ലസ് മൈനസ് 1 ഇൻറ്റു x⁻2. 1 ഇൻറ്റു x ആണ്. മൈനസ് 1 മൈനസ് 1 മൈനസ് 2. ഇതുപോലെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ കോൺസ്റ്റൻറ്റുകളെല്ലാം പുറത്തേക്ക് വരണം. പ്ലസ് ഒക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക, പ്ലസ്സുകൾ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൂടെ എടുത്ത് ഒന്നാമത്തെ എക്സാമ്പിളിന് രണ്ടാമത്തത് നോക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. d/dx ഓഫ് 3 sin x പ്ലസ് x² മൈനസ് 2 tan x എന്ന ക്വസ്റ്റ്യൻ എങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. d/dx ഓഫ് 3 sin x പ്ലസ് d/dx ഓഫ് x² മൈനസ് d/dx ഓഫ് 2 tan x.
നിങ്ങളുടെ മനസ്സിൽ ചെയ്യുകയോ അതോ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് പുറത്തേക്ക് എടുക്കുകയോ ചെയ്യാം. ഞാൻ എല്ലാം പുറത്തേക്ക് എടുക്കുക. 3 പുറത്തേക്ക് എടുത്തു. d/dx ഓഫ് സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഇപ്പോൾ അതുപോലെ തന്നെ എഴുതാം കേട്ടോ. മൈനസ് 2 പുറത്തേക്ക് എടുത്തു. d/dx ഓഫ് ടാൻ എക്സ്. ഇനി എല്ലാ d/dxനും ആൻസർ നമുക്ക് കാണാതെ അറിയാലോ. 3 d/dx ഓഫ് സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് ഇറക്കി എഴുതി d/dx ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കാണാതെ അറിയാം 2x മൈനസ് d/dx ഓഫ് ടാൻ എക്സ് 2 ഇറക്കി എഴുതി d/dx ഓഫ് ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ്. ഇതുപോലെ പ്ലസ്സോ മൈനസോ നമുക്ക് വന്നാൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് ഞാൻ കുറേ ക്ലാസ്സിൽ ചെയ്തതാണ്. നിങ്ങൾ നോട്ടൊന്ന് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.